അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാന്നാണോ നിങ്ങൾ കരുതുന്നത്? കേരളത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് ജനങ്ങളോടും സർക്കാരിനോടും ചേർന്ന് നിന്നിട്ടുള്ളത്. അവരുടെ ജീവന് വില കൽപ്പിക്കാത്ത സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. എവിടെ കളക്ടറേറ്റ് പോയി ഡീഡിന്റെ അടുത്ത് കണ്ടി ആർബർ എഞ്ചിനീയറുകൾ പോയി ഒരു മാസത്തിന് മുമ്പേ ഇവിടെ യോഗം നടത്തി അന്ന് എന്നോട് പറഞ്ഞ ഉറപ്പാണ് എത്രയും പെട്ടെന്ന് മണ്ണ് ട്രൈ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതിന് നടപടി ഇട്ടണം. ഞങ്ങളെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇതിൽ രണ്ടിലൊന്നും ഇന്നറിയണം. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഞങ്ങൾക്ക് ഇന്ന് രണ്ടിലൊന്നും ഇന്ന് അറിഞ്ഞാൽ പറ്റൂ. വരട്ടെ ഈ മണൽത്തിട്ടയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമായത്. ആ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഓഫീസിൽ വന്ന് ഞങ്ങൾ നിവേദനം കൊടുത്തതാണ്. സമരമായി വന്നിട്ട് ഞങ്ങൾ വ്യാഴാഴ്ചയാണ് അവസാന സമയം കൊടുത്തത്. പക്ഷെ ഇന്ന് വീണ്ടും ആ മണൽത്തട്ടയിൽ തട്ടി ഒരു ജീവനും കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാന്നാണോ നിങ്ങൾ കരുതുന്നത്? ഭരണ സംവിധാനം കരുതുന്നത്? അവരും ഈ ജനാധിപത്യത്തിന്റെയും ഈ രാജ്യത്തിന്റെയും ഭാഗമല്ല അവരും. എന്താ നിങ്ങൾ ഇതിനെ കരുതിയത്? അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഇന്നത്തോടുകൂടി മണൽത്തിട്ട നീക്കം ചെയ്തില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം സമരമായിട്ട് ഞങ്ങൾ വീണ്ടും വരുമെന്ന് ഇവർക്ക് താക്കീത് കൊടുത്തതാണ്. അതും മാത്രമല്ല, സമരമായിട്ട് ഈ ബോഡിയും കൊണ്ട് ഞങ്ങൾ ആസാമിലേക്കൊന്നും പോയില്ല. ബോഡിയും കൊണ്ട് ഞങ്ങൾ നേരെ റോട്ടിന്റെ വിലയൊക്കെ വരും. പഴയകാട് റോട്ടിന്റെ വില നമുക്ക് ചെയ്തു. ബോഡിയും കൊണ്ട് ഞങ്ങൾ പഴയകാട് ബോഡി ഞങ്ങൾ ആസാമിലേക്ക് എത്തിക്കില്ല. ഞങ്ങൾക്ക് ഓരോ ബോഡിന്റെ ചെലവ് നാഷണൽ ഹൈവേയിൽ ഈ ബോഡി വെക്കും. ഇത് കടക്കോടിന്റെ സെക്രട്ടറി പറയുന്നത് ബോഡി ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ തന്നെ വെക്കും. ബോഡി ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകില്ല ആസാമിലേക്ക്. ഇത് രണ്ടിലൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾ ബോഡി കൊണ്ടുപോയില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജിങ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം, പുളിമുട്ടിന്റെ അശാസ്ത്രീയത പരിഹരിക്കണം. കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടെ ഉപരോധിച്ചു. അന്നത്തെ സമയം ഞങ്ങൾ 2 ദിവസം ഡിപ്പാർട്ട്മെന്റിന് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജിങ് ഉടൻ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ 3 വള്ളങ്ങളാണ് പിന്നെയും അപകടത്തിൽപ്പെട്ടത്. അതിൽ നിന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇപ്പം മരണപ്പെട്ടിട്ടുള്ളതും. എന്നിട്ടും ഈ സമയം വരെ ജില്ലാ കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ DDO ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഈ സൈറ്റിൽ ഇതുവരെ വന്നിട്ട് ഒരു പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം. മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വിലയില്ലെന്ന് തന്നെയാണ് ഈ സർക്കാർ കാണുന്നതും. ഒരു മനുഷ്യനെ ഇവിടെ വന്നത് ഇവരെ കൊണ്ട് നടപടി എടുപ്പിക്കാനാണ്. പക്ഷെ ഞങ്ങൾ വ്യാഴാഴ്ച സമയം നിങ്ങൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിങ്ങൾ പോണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെയാണ്. 5 മിനിറ്റിനകം നിങ്ങൾ വിടത്തണം. 5 മിനിറ്റിനകം നിങ്ങൾ വിടത്തണം. നിങ്ങളുടെ DD വരണം, ജില്ലാ കളക്ടർ വരണം. ഇനി ഒരു മനുഷ്യനെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ ഇതിനകത്ത് പുറത്തുനിന്നുള്ളിലേക്കല്ല, ഇന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് ഞങ്ങൾ അനുവദിക്കില്ല. ഡ്രഡ്ജിങ് പൂർത്തീകരിക്കണം എന്നുള്ളത് അല്ലേ? പിന്നെ ഇത്രയും ദിവസമായിട്ട് ഈ ഒരു മാഡം പറയുന്നത് കേൾക്കും. ഒരാഴ്ചക്കകം മൂന്നാമത്തെ മരണം. നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തത്? ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഡ്രഡ്ജിങ് തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ കസേരയിൽ ഇരിക്കുന്നത്? നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ഈ സൈറ്റ് വന്ന് വിസിറ്റ് അരമണിക്കൂറിനകം നിങ്ങൾ പുതിയങ്ങാടി ഫിഷറീസിനകത്തേക്ക് എത്തണം. അല്ലെങ്കിൽ ഇന്ന് ഒരു ഉദ്യോഗസ്ഥനും പുറത്തേക്ക് പോകില്ല. ഇവിടെ കടപ്പുഴ ഇളകിയിട്ടുണ്ടെന്ന് പറയാം. വ്യാഴാഴ്ച 4 മണിക്ക് നമ്മൾ ഈ ഓഫീസ് ഒരു സംശയമില്ല. ഇത് ഈ വാക്കിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. എന്താ മനുഷ്യന് വിലയില്ലേ? വരും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നിങ്ങൾ പുച്ഛിച്ചു തള്ളും പോലെ. പയ്യന്നൂർ മണ്ഡലത്തിന്റെയും കല്യാശ്ശേരി മണ്ഡലത്തിന്റെയും MLA സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപകടത്തിന്റെ ഭീകരാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് പുളിമുട്ടിന്റെ അശാസ്ത്രീയതയല്ല, ഇത് രാഷ്ട്രീയം കളിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിതിൽ രാഷ്ട്രീയം കണ്ടില്ല.
ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവൻ വിലപ്പെട്ടതാണ്. കേരളത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് ജനങ്ങളോടും സർക്കാരിനോടും ചേർന്ന് നിന്നിട്ടുള്ളത്. അവരുടെ ജീവന് വില കൽപ്പിക്കാത്ത സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. നിങ്ങൾ വ്യാഴാഴ്ച ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങൂലാന്ന് ദിവസം ഒരാൾ മരിക്കുന്ന സ്ഥിതിയിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടെത്തിച്ചു. പ്രശ്നങ്ങൾ വരില്ല, മേലോട്ട് കേൾക്കുന്നില്ല. ഇതെന്താണ് നിങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ കൂടിയായ കളക്ടർ പുറപ്പെടുവിച്ചല്ലേ? ഇതെന്താണ്?